നിന്നും 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ എന്താണ് ചെയ്യുക? ISSന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആസ്ട്രോണറ്റിന്റെ ആരോഗ്യ പ്രശ്നം കാരണം ഒരു ദൗത്യം നേരത്തെ അവസാനിപ്പിക്കുകയാണ്. ക്രൂ 11 എന്നുള്ള 4-അംഗ സംഘം ഒരു മാസം നേരത്തെ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. എന്താണ് ഈ അസുഖമെന്നോ ആർക്കാണ് അസുഖം ബാധിച്ചിരിക്കുന്നതെന്നോ നാസ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ക്രൂ 11 ISSലേക്ക് പുറപ്പെട്ടത്. ജനുവരി 8-ന് നടക്കേണ്ടിയിരുന്ന സ്പേസ് വാക്ക് മാറ്റിവെച്ചതോടെയാണ് ബഹിരാകാശത്തെ ഈ രോഗത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. സാധാരണ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ ചികിത്സിക്കാൻ ISSൽ സൗകര്യങ്ങളുണ്ട്. എന്നാൽ യാത്രികരിൽ ഒരാൾക്ക് പിടിപെട്ടിരിക്കുന്ന ഈ രോഗം എന്തെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ദൗത്യം തന്നെ അവസാനിപ്പിക്കാൻ കാരണം. ISSലെ ഡയഗ്നോസിംഗ് സംവിധാനങ്ങൾ വെച്ചോ ഭൂമിയിൽ നിന്ന് ഏത് നേരത്തും വീഡിയോ കോൺഫറൻസ് വഴി എത്തുന്ന ഡോക്ടർമാരുടെ സഹായം കൊണ്ടോ ഈ രോഗം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനുവരി 14-ന് അമേരിക്കൻ സമയം വൈകുന്നേരം 5 മണിക്ക് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം 4-അംഗ സംഘവുമായി ഭൂമിയിലേക്ക് പോരും. സാധാരണ അടുത്ത സംഘമെത്തി ചുമതലയേറ്റ ശേഷമേ മുൻഗാമികൾ മടങ്ങാറുള്ളൂ. എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ മാർച്ചിൽ പുതിയ ക്രൂ എത്തുന്നതുവരെ റഷ്യയുടെ 3-അംഗ സംഘത്തിനായിരിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സമ്പൂർണ്ണ ചുമതല.